നമസ്കാരം. കേരള പത്രികയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. സംഘർഷങ്ങൾക്ക് ഒട്ടും കുറവില്ലാത്ത രാജ്യമാണ് നമ്മുടെ ശ്രീലങ്ക. അയൽ രാജ്യമായതുകൊണ്ട് തന്നെ അവിടുത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഇന്ത്യയെയും ബാധിക്കാറുണ്ട്. വർഷങ്ങൾ നീണ്ട ആഭ്യന്തര യുദ്ധത്തിന് ശേഷമാണ് തമിഴ് പുലികളെ തുരത്തിയത്. എന്നിട്ടും രാജ്യം രക്ഷപ്പെട്ടില്ല. ഒടുവിൽ ജനകീയ സർക്കാരിൻ്റെ കൊള്ളരുതായ്മകൾക്കെതിരെ ജനം തെരുവിലിറങ്ങിയ കാഴ്ച 2 വർഷം മുമ്പ് രാജ്യം കണ്ടിരുന്നു. ജനകീയ കലാപം നടന്ന് 2 വർഷം കഴിയുമ്പോൾ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജനകീയ പ്രക്ഷോഭത്തിന് ചുക്കാൻ പിടിച്ച ജനതാ വിമുക്തി പെരുമുന നേതാവ് അനുരകുമാര ദിസനായകെ വമ്പൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അങ്ങനെ ശ്രീലങ്കയിൽ ചരിത്രത്തിലാദ്യമായി ഒരു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അധികാരമേറ്റു. ജനതാ വിമുക്തി പെരുമുന എന്ന JVP ഉൾപ്പെടുന്ന നാഷണൽ പീപ്പിൾസ് പവറിന്റെ ശക്തനായ നേതാവാണ് ദിസനായകെ. സ്കൂൾ കാലം മുതൽ JVPയുടെ ആശയങ്ങളിൽ ആകർഷകനായിരുന്നു ദിസനായകെ. വിദ്യാഭ്യാസ കാലമാണ് അദ്ദേഹത്തിലെ കമ്മ്യൂണിസ്റ്റുകാരനെ രാഗി മിനുക്കിയത്. 1995 പാർട്ടി പോളിറ്റ് ബ്യൂറോയിൽ എത്തി. 2000 മുതൽ പാർലമെന്റ് അംഗമാണ്. 2014 17ാം പാർട്ടി കോൺഗ്രസോടെയാണ് നേതൃത്വത്തിന്റെ തലപ്പത്തേക്ക് അദ്ദേഹം എത്തുന്നത്. പ്രാക്ടിക്കൽ രാഷ്ട്രീയത്തിന്റെ പ്രയോക്താവായാണ് ദിസനായകയെ ശ്രീലങ്കയിലെ രാഷ്ട്രീയ നിരീക്ഷകർ കണക്കാക്കുന്നത്. തീവ്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ JVP വിപ്ലവത്തിലൂടെ അധികാരം പിടിക്കാൻ 2 തവണ മുമ്പേ ശ്രമിച്ചിരുന്നതാണ്. പക്ഷേ സഖാക്കൾ കൊല്ലപ്പെട്ടതല്ലാതെ ഒന്നും നടന്നില്ല. അതിനുള്ള മധുര പ്രതികാരം കൂടിയാകും ബാലറ്റിലൂടെയുള്ള ഈ അധികാരം പിടിക്കൽ. ജനങ്ങൾ വൻ ഭൂരിപക്ഷം നൽകിയെന്നതും വിജയത്തിന്റെ മധുരം കൂട്ടുന്നു. 2019 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കേവലം 3% വോട്ട് മാത്രം നേടിയ കമ്മ്യൂണിസ്റ്റ് കക്ഷികളുടെ വളർച്ച ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. AKD എന്നാണ് ദിസനായക ലങ്കൻ ജനതയ്ക്കിടയിൽ അറിയപ്പെടുന്നത്. 1968 നവംബറിൽ ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു ദിസനായകയുടെ ജനനം. തൊഴിലാളികളുടെ മകൻ എന്ന പ്രതിച്ഛായ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത നേടിക്കൊടുത്തിരുന്നു. രാജ്യത്തെ പ്രസിഡന്റ് ആയതിനു ശേഷം വൻ പ്രതീക്ഷയാണ് ജനങ്ങൾ വെച്ചു പുലർത്തുന്നത്. അതുകൊണ്ടാകാം ശ്രീലങ്കയിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പ്രസിഡന്റ് അനുരകുമാര ദിസനായകയുടെ ഇടതുപക്ഷ സഖ്യമായ നാഷണൽ പീപ്പിൾസ് പവർ വലിയ വിജയം തുടർന്നു. അഴിമതി തുരത്തും, രാജ്യത്തെ സാമ്പത്തിക പുരോഗതിയിലേക്ക് നയിക്കും, എക്സിക്യൂട്ടീവ് പ്രസിഡൻസി ഇല്ലാതാക്കും, ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ മറ്റു രാജ്യങ്ങളെ അനുവദിക്കില്ല തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന വാഗ്ദാനങ്ങൾ. ജനകീയ വിഷയങ്ങളിലെ സമരവും പോരാട്ടവുമാണ് കനൽ ഒരു തരി മാത്രമുണ്ടായിരുന്ന ശ്രീലങ്കയിൽ കമ്മ്യൂണിസ്റ്റ് കക്ഷികളെ അധികാരത്തിലെത്തിച്ചത്. ഉപ്പു തൊട്ട് കർപ്പൂരം വരെ തൊട്ടാൽ പൊള്ളുന്ന വിലയുള്ള ശ്രീലങ്കയെ നവീകരിക്കുക എന്നത് വലിയ വെല്ലുവിളി തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ആശയങ്ങളുടെ കഥ കഴിഞ്ഞു, കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചവർക്ക് മുഖത്തെ അടിയായിരുന്നു ശ്രീലങ്കയിലെ മാർക്സിസ്റ്റ് മുന്നണിയുടെ വിജയം. ഏതായാലും ശ്രീലങ്കയിൽ ഒരു സുസ്ഥിര സർക്കാർ ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.